നിങ്ങൾക്കറിയാം നമ്മളുടെ കേരളത്തിൽ പണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ റബ്ബർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റബ്ബറിൻ്റെ ആ ഒരു വില വളരെ താഴോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പല കൃഷിക്കാരും ആ ഒരു റബ്ബർ മാറ്റിയിട്ട് അവിടെ നമ്മൾ പൈനാപ്പിളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസും അതിനെ എങ്ങനെ ബിസിനസ്സാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്ലാന്റ് വെറുതെ കൃഷി ചെയ്താൽ നമുക്ക് അത്രയ്ക്കൊരു പ്രോഫിറ്റ് കിട്ടിയെന്ന് വരില്ല. എന്നാൽ നമ്മൾ ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റുമെന്ന് വരാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നീം ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നീം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മളുടെ ആര്യവേപ്പ് തന്നെ അല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റിന് ഇത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം, നമ്മളുടെ നീമിൻ്റെ ജന്മദേശം തന്നെ ഇന്ത്യയാണ്. അതിൽ നമ്മളുടെ കേരളം നീം കൃഷിക്ക് വളരെ യോജിച്ചതാണ്. 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള നമ്മളുടെ കേരളത്തിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നീം കൃഷി ചെയ്യുന്നത്? ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വിൽക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലേ. നീം നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ആവശ്യക്കാർ ഇങ്ങോട്ട് തന്നെ വന്ന് വാങ്ങുന്നതാണ്. അതായത് നിങ്ങൾക്കറിയാം, എല്ലാ കോസ്മെറ്റിക് പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിലും അതിൽ തീർച്ചയായിട്ടും നീം അടങ്ങിയിട്ടുണ്ടാകും. ഇനി നമ്മൾ പുറത്തേക്കൊന്നും ഈ ഒരു ആര്യവേപ്പ് കയറ്റി അയച്ചില്ല എങ്കിലും നമ്മളുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഹിമാലയ അതുപോലെ തന്നെ നീം എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ ഈ പ്രോഡക്റ്റ് നമ്മളുടെ അടുത്ത് നിന്ന് എടുക്കുന്നതാണ്. ഹിമാലയയുടെയും നീമിൻ്റെയും എല്ലാ പ്രോഡക്റ്റിനകത്തും ആര്യവേപ്പ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ആര്യവേപ്പ് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആര്യവേപ്പ് വിൽക്കാനായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ വിൽക്കാനായിട്ട് സാധിക്കും. ആര്യവേപ്പിൻ്റെ ഇല കൂടാതെ ഇല ഡ്രൈ ചെയ്ത് പൊടിച്ച് നീം പൗഡർ എന്ന രീതിയിൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ആര്യവേപ്പിൻ്റെ കുരുവിൽ നിന്ന് നമുക്ക് ഓയിൽ നിർമ്മിച്ച് വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ തടി ഉപയോഗിച്ച് നമുക്ക് പല ഉപകരണങ്ങളും നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ജൈവ വളമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആര്യവേപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആയുർവേദിക് മെഡിസിൻ്റെ വേരാണ് നമ്മളുടെ ഈ ഒരു ആര്യവേപ്പ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ആര്യവേപ്പ് അടങ്ങാത്ത കോസ്മെറ്റിക് ഐറ്റോ അതുപോലെ തന്നെ ആയുർവേദിക് മെഡിസിനോ നമുക്ക് കാണാൻ തന്നെ സാധിച്ചെന്ന് വരില്ല. അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു ചെടിയാണിത്. എന്നാൽ ഇത് എല്ലാ കാലാവസ്ഥയിലും യോജിച്ചതല്ല, എല്ലാ സ്ഥലത്തും ഇത് വളരണമെന്നുമില്ല. അപ്പോൾ നമ്മളുടെ സ്ഥലത്ത് ഇത് വളരൂ എന്ന് നമ്മൾ ഗവേഷണം നടത്തിയ ശേഷം മാത്രം വേണം ഈ ഒരു കൃഷിയിലോട്ട് തിരിയുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾക്ക് ആരാണ് കേരളത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് തരുന്നത്? കേരള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നേടാനായിട്ട് സാധിക്കും. 100 ഗ്രാമിൻ്റെ ആര്യവേപ്പിൻ്റെ ഇലയ്ക്ക് ആമസോണിൽ റേറ്റ് വരുന്നത് 155 രൂപ മുതൽ 199 രൂപ വരെയാണ്. അതിൽ നിന്ന് ആമസോണിൻ്റെ കമ്മീഷനൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും 140-130 രൂപയോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ ഒരു ലീഫ് തന്നെ അല്ലാതെ നമുക്കിത് പൗഡർ ആക്കിയിട്ടും ആമസോൺ പോലുള്ള സൈറ്റിൽ വിൽക്കാനായിട്ട് സാധിക്കും. ആമസോൺ, ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റിലൊക്കെ വിൽക്കാം. ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഹോൾസെയിലായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി അതുകൂടാതെ നമ്മൾ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അവർ വഴി നമ്മളുടെ പ്രോഡക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 7 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 23 മടങ്ങാണ് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ആര്യവേപ്പിന്റെ ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എങ്കിൽ മലവേപ്പ് എന്നൊരു കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. മലവേപ്പിന്റെ തടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പ്ലൈവുഡ് നിർമ്മിച്ചെടുക്കുന്നത്. അതും കർഷകർ ഇപ്പോൾ റബ്ബറിന് പകരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് ഈ ഒരു ആര്യവേപ്പ് കൃഷി യോജിച്ചതാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.